നമസ്കാരം. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ദില്ലി, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്നലെയായിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ദില്ലി റോസ് അവന്യൂ കോടതി പരിഗണിച്ചത്. എന്നാൽ ഈ ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാണ് നേരിട്ടത്. കാരണം 4 ദിവസത്തേക്ക് കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് അധിക കാലം ഭരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി ദില്ലിക്ക് മുന്നിലുള്ളത് 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഒരു പുതിയ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാഷ്ട്രപതി ഭരണത്തിന്റെ എല്ലാ സാധ്യതകളും കേന്ദ്ര സർക്കാർ തേടുന്നുണ്ട്. അതിനുള്ള നിയമോപദേശം ഉൾപ്പെടെ ഇന്നലെ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. അടുത്തത് ദില്ലിക്ക് ഒരു പുതിയ മുഖ്യമന്ത്രി എന്ന സാധ്യതയാണ്. പക്ഷെ ആരായിരിക്കും ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക? നമുക്കറിയാം, കെജ്രിവാളിന്റെ പിൻഗാമി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ലോകേന്ദ്ര യാദവ് പാർട്ടി വിട്ടിട്ട് കാലമേറെയായി. അടുത്തതായി ആം ആദ്മി പാർട്ടിയിലെ 2ാമൻ എന്നറിയപ്പെട്ടിരുന്ന മനീഷ് സിസോദിയാണ്. അദ്ദേഹം ആവട്ടെ ഇപ്പോൾ അഴിക്കുള്ളിലാണ് താനും. ഇനിയുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായ അതിഷി മർലേനയാണ്. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായ സുനിത കെജ്രിവാളും. ഇതിൽ സുനിത കെജ്രിവാൾ ആണ് അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറുകയെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറച്ചൊക്കെ ആശ്വസിക്കാം. കാരണം ഭരണം തന്റെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടാകും. ഇനി അതല്ല, ആം ആദ്മി പാർട്ടിയുടെ മറ്റേതെങ്കിലും ഒരു നേതാവാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. കാരണം അധികാരം പോയാൽ പിന്നെ ഒരു നേതാവിനും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ വെറും ഒരു സെക്കൻഡ് ഹീറോ മാത്രമായി മാറുകയും ചെയ്യും. നമുക്കറിയാം, ദില്ലിയിൽ പുതിയ താരോദയം ഉണ്ടാകുമ്പോൾ അതിനെ ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അണികൾ കൂടിയാണ്. അരവിന്ദ് കെജ്രിവാൾ ഈ ജയിലിലാണ് എങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ പിന്തുണ പുറത്തു നിന്നും ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഈ അധികാരം എന്ന് പറയുന്നത് ഒരുതരം മത്താണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ ആരും തന്നെ ആഗ്രഹിക്കാറില്ല. ഈ കസേര കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പണ്ട് കരുണാകരൻ മുതൽ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വരെ ഇക്കണ്ട നെട്ടോട്ടമെല്ലാം ഓടുന്നതും. എന്തായാലും ദില്ലിയെ സംബന്ധിച്ച് ഇന്ന് ഒരു സുപ്രധാന ദിനം തന്നെയാണ്. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ ഇരുന്നു കൊണ്ട് ഇനി ഉത്തരവുകൾ പുറപ്പെടുവിച്ച് മുഖ്യമന്ത്രി പദത്തിന്റെ അധികാരം മുഴുവൻ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതിന് യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാഷ്ട്രപതി ഭരണം. ഈ രാഷ്ട്രപതി ഭരണം ഒരിക്കലും ഒരു പൂർണ്ണമായ സൊല്യൂഷനുമല്ല. കാരണം രാഷ്ട്രപതി ഭരണത്തിനും അതിന്റെ പരിമിതികളുണ്ട്. മറ്റൊരു നേതാവിനെ ആം ആദ്മി പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക തന്നെ ചെയ്യും. കൂടുതൽ സാധ്യതയും ഒരു പുതിയ മുഖ്യമന്ത്രി എന്നത് തന്നെയാണ്. പക്ഷേ അത് ആരായിരിക്കും എന്ന കാര്യത്തിൽ വലിയ സസ്പെൻസ് തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.